ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ട ആക്റ്റീവ HT മോഡൽ വണ്ടി. നമുക്ക് പെട്രോൾ ഓവർഫ്ലോ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതിനാണ്. നിലവിൽ കാർബറേറ്ററിൻ്റെ ഈ അടിയിലെ കറുത്ത പൈപ്പ് വഴി പെട്രോൾ പുറത്തേക്ക് ചാടി വരുന്നു എന്നുള്ളതാണ് കംപ്ലൈൻറ്റ്. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടായില്ല. ഇവിടെ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്, പുറത്തേക്ക് ഇങ്ങനെ പെട്രോൾ ഇങ്ങനെ ചാടി വരുന്ന കേസ്. അപ്പോൾ ഇതിക്ക് മുമ്പ് ഇതേപോലെ കംപ്ലൈൻ്റ് ആയിട്ട് കാർബറേറ്റർ കഴിച്ച് ക്ലീൻ ചെയ്തതാണ് ഒരു പ്രാവശ്യം. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ എത്തനോൾ മിക്സ് ചെയ്ത പെട്രോളാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഫ്ലോട്ട് വാൽവ് എന്ന് അടയണ ഭാഗം, ഈ ഫ്ലോട്ട് വാൽവ് എന്ന് അടയണ ഭാഗം ദ്രവിച്ചെടുത്ത് പോയേക്കാണ്. അത് നമ്മൾ എന്ത് ചെയ്താലും അത് ക്ലിയർ ആവാത്തൊരു കണ്ടീഷനാണ് കേട്ടോ. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതിപ്പോൾ മേജറായിട്ട് ഒരുപാട് ലീക്ക് എന്ന് പറയാനില്ല, ചെറിയൊരു ലീക്കാണ് കാണിച്ചത്. എപ്പോൾ വേണമെങ്കിലും അത് കൂടുതലായിട്ട് വരാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അയച്ചിട്ടുണ്ട്, തിരിച്ച് സെറ്റ് ചെയ്യണ സമയത്തും പെട്രോൾ ചിലപ്പോൾ നല്ല രീതിയിൽ ലീക്ക് കാണിക്കാം. അത് ഓൾറെഡി കാർബറേറ്ററിൻ്റെ കംപ്ലൈൻ്റാണ്. കാർബറേറ്റർ ദ്രവിച്ച് പോയേക്കാം. അത് ഈ ഭാഗം നോക്കുമ്പോൾ അറിയാം, അത്യാവശ്യം നല്ല ദ്രവിച്ചേക്കണ ഒരു സിറ്റുവേഷൻ ഈ കാണുന്നത്. വീഡിയോയിൽ അത് ക്ലിയറായിട്ട് കിട്ടുമെന്ന് അറിയില്ല, അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. ഈ വണ്ടിക്കെന്നല്ല, ഒട്ടുമിക്ക വണ്ടികളിലും ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കംപ്ലൈൻറ്റ് ഇതാണ്. കാർബറേറ്റർ മോഡൽ വണ്ടികൾ എല്ലാത്തിൻ്റെയും പെട്രോൾ ഓവർഫ്ലോ കംപ്ലൈൻറ്റ്, മിസ്സിങ്, ഈ രണ്ട് പ്രോബ്ലമാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുക, മെയിനായിട്ട് കംപ്ലൈൻറ്റ് തന്നെ. അപ്പോൾ ഇത് നിലവിൽ ഇപ്പോൾ കംപ്ലൈൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കുകയാണ് തരുള്ളൂ. അതല്ലാതെ കൊണ്ട് 100% ഈ കംപ്ലൈൻറ്റ് മാറില്ല. ഇതിപ്പോൾ നമ്മൾ പുതിയ കാർബറേറ്റർ വെച്ചാലും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പെട്രോൾ ഇത് തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഓട്ടോ കുറവുള്ള വണ്ടികളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കംപ്ലൈൻറ്റ് കാണാം. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുക. അത്യാവശ്യം ഡെയിലി എടുത്ത് യൂസ് ചെയ്യാം. ഇത് കുറേ നാൾ ഉപയോഗിക്കാണ്ട് ഇരുന്നിട്ടുണ്ടാവും, അങ്ങനെ വന്നേക്കുന്ന മിസ്റ്റേക്കാണ്. അതിപ്പോൾ എന്തായാലും നല്ലൊരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ മാറ്റി വെക്കുന്നതാണ് ഒരു പരിഹാര മാർഗ്ഗമുള്ളൂ. പുതിയ കാർബറേറ്റർ വെച്ചാലും കമ്പനി പോലും ഒരു ഗ്യാരണ്ടി പറയുന്നില്ല. കാരണം ഈ പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒട്ടുമിക്ക വണ്ടിയും കംപ്ലൈൻ്റാണ്. അത് നമ്മൾ പുതിയത് വെച്ചാലും പുതിയ വെച്ച കാർബറേറ്ററും വണ്ടി കുറച്ച് 2-3 ദിവസം ഓടിക്കാണ്ടിരുന്നാൽ പോലും കംപ്ലൈൻറ്റ് വന്നേക്കണ വണ്ടികളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയേണ്ട കേസ്. കമ്പനി ഒറിജിനൽ ഐറ്റം മേടിച്ച് നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. പിന്നെ ഉപയോഗിച്ച് ഓവർഫ്ലോൻ്റെ പ്രോബ്ലംസൊക്കെ വരാതിരിക്കട്ടെ എന്ന് പറയാം, അത്രയാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് 100% മാറണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കാമെന്നുള്ളതാണ്. അതല്ലെങ്കിൽ വെറുതെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കാം, പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. ഇതേപോലെ തന്നെ റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വരും കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയാം. ഞാൻ അതിൻ്റെ ഒരു കാർബറേറ്ററിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ, നമുക്ക് അതനുസരിച്ച് വർക്ക് ചെയ്യാം.